പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 7 വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്തിരുന്നു. ആ വീഡിയോസ് എല്ലാം കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നോട്ട്സൊക്കെ എഴുതി കാണുമെന്ന് ഞാൻ കരുതട്ടെ. ഇനി നമുക്ക് 8ാമത്തെ പാർട്ടിലേക്ക് പോകാം. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൻ്റെ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് പോകാം. ശരിക്കും ഇവിടെയാണ് നമ്മൾ സെക്കൻഡ് ഇയറിൻ്റെ പോർഷൻ തുടങ്ങുന്നത്. ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോസിൽ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ച കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്യായിരുന്നു. ഇവിടെയാണ് നമ്മൾ സെക്കൻഡ് ഇയർ ഭാഗം തുടങ്ങുന്നത്. ആദ്യം വരുന്നത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് അതിലൊന്നാമത്തത് ഓൺ ടു ഫങ്ഷൻ അഥവാ സെർജക്റ്റീവ് ഫങ്ഷൻ. ഇതാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓൺ ടു ഫങ്ഷൻ അഥവാ സെർജക്റ്റീവ് ഫങ്ഷൻ. അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: A function f from a to b is called a surjective function or onto function if range of f is equal to codomain of f. ഒരു എയിൽ നിന്ന് ബിയിലേക്കുള്ള എഫ് എന്ന ഫംഗ്ഷനെ നമ്മളൊരു ഓൺ ടു ഫംഗ്ഷൻ അഥവാ സെർജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്: റേഞ്ച് ഓഫ് എഫും കോഡൊമൈൻ ഓഫ് എഫും സെയിം ആയിരിക്കണം. ഫംഗ്ഷൻ്റെ റേഞ്ചും ഫംഗ്ഷൻ്റെ കോഡൊമൈനും സെയിം ആയിരിക്കണം. ഉദാഹരണം, എ എന്ന സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 1 2 3. ബി എന്ന സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 2 3 4. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി ഡിഫൈൻഡ് ബൈ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. ഫംഗ്ഷൻ്റെ എക്സിലെ വാല്യൂ എക്സ് പ്ലസ് 1 ആണ്. നമുക്ക് ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് പരിശോധിക്കാൻ ആദ്യം ഫംഗ്ഷൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാം. റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഡൊമൈനിലെ ആദ്യത്തെ എലമെൻറ്റ് 1 ആണ്. അപ്പോൾ റേഞ്ചിലെ ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 ആണ്. റേഞ്ചിലെ അടുത്ത എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 2 ആണ്. റേഞ്ചിലെ അടുത്ത എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 3 ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 + 1 2 ആയിരിക്കും. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 3 ആയിരിക്കും. എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 4 ആയിരിക്കും. അപ്പോൾ സെറ്റ് 2 3 4 എന്ന് പറയുന്നത് ശരിക്കും ബി എന്ന് പറഞ്ഞ സെറ്റാണ്. അപ്പോൾ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് ബി ആണ്. ഇനി എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് കോഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സെറ്റ് ബി ആയിരിക്കും. അപ്പോൾ റേഞ്ചും ബി ആണ്, കോഡൊമൈനും ബി ആണ്. അതുകൊണ്ട് റേഞ്ച് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ ഓഫ് എഫ്. അതുകൊണ്ട് എഫ് എന്ന് പറയുന്നത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. Another example, let f from n to n fx is equal to x square. Set of natural numbers in set of natural numbers ലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന fx is equal to x square എന്ന ഫംഗ്ഷൻ പരിഗണിക്കുക. ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമുക്ക് ആ ഫംഗ്ഷൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാം. റേഞ്ച് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് ഡൊമൈനിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 1 2 3 4 എക്സെട്രയാണ്. അപ്പോൾ ആ പോയിന്റുകളിലെ വാല്യൂസ് കാണണം. എഫ് ഓഫ് അപ്പോൾ റേഞ്ചിനകത്ത് വരുന്നത് എഫ് ഓഫ് 1 എഫ് ഓഫ് 2 എഫ് ഓഫ് 3 എക്സെട്രയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ്. ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 4 ആണ്. എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 9 ആണ്, എക്സെട്ര. 1 4 9 എക്സെട്ര. ഇതാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ എന്ന് പറയുമ്പോൾ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള സെറ്റ് ആകുമ്പോൾ കോഡൊമൈൻ ക്യാപിറ്റൽ എൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ റേഞ്ചും കോഡൊമൈനും രണ്ടും 2 ആണ്. അതുകൊണ്ട് എഫ് ഈസ് നോട്ട് ആൻ ഓൺ ടു ഫംഗ്ഷൻ. എഫ് ഒരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. റേഞ്ച് കോഡൊമൈനോട് തുല്യമല്ല. അതുകൊണ്ട് എഫ് ഈസ് നോട്ട് ഓൺ ടു. എഫ് ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഇനി അടുത്ത നിർവചനം ഇതാണ്: ഇൻടു ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ വിച്ച് ഈസ് നോട്ട് ഓൺ ടു ഈസ് കോൾഡ് ആൻ ഇൻടു ഫംഗ്ഷൻ. ഓൺ ടു ഫംഗ്ഷൻ അല്ലാത്ത ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഇൻടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓൺ ടു അല്ലാത്ത ഫംഗ്ഷൻസിനെയാണ് ഇൻടു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഓൺ ടു ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം: എക്സാമിൻ വെദർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം എൻ ടു എൻ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈസ് ഓൺ ടു. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്ന ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ നമ്മൾ എടുത്തെഴുതുന്നു. ലെറ്റ് എഫ് ഫ്രം എൻ ടു എൻ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഇത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അതിൻ്റെ റേഞ്ചും കോഡൊമൈനും സെയിം ആണോ എന്ന് പരിശോധിക്കണം. റേഞ്ച് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു സെറ്റ് ഡൊമൈനിലെ എലമെൻറ്റ്സ് 1 2 3 4 എക്സെട്രയാണ്. അപ്പോൾ റേഞ്ചിനകത്ത് വരുന്നത് എഫ് ഓഫ് 1 എഫ് ഓഫ് 2 എഫ് ഓഫ് 3 എക്സെട്രയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു സെറ്റ്. ഇവിടെ എഫ് ഓഫ് 1 എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് 3 ആയിരിക്കും. എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 2 സ്ക്വയർ പ്ലസ് 2 പ്ലസ് 1 ദാറ്റ് ഈസ് 7 ആയിരിക്കും. എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 3 സ്ക്വയർ പ്ലസ് 3 പ്ലസ് 1 ദാറ്റ് ഈസ് 13 എക്സെട്ര. ഇവിടെ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് സെറ്റ് 3 7 13 എക്സെട്രയാണ്. ഇനി കോഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ്. ഫംഗ്ഷൻ എന്നിൽ നിന്ന് എന്നിലേക്കുള്ള സെറ്റാണ്. അതുകൊണ്ട് കോഡൊമൈൻ ഓഫ് എഫ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ ആണ്. ഇവിടെ റേഞ്ചും കോഡൊമൈനും രണ്ടും 2 ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു ഫംഗ്ഷൻ അല്ല.
അതാണ് എഴുതിയിരിക്കുന്നത്. റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ ഓഫ് എഫ്. അതുകൊണ്ട് എഫ് ഈസ് നോട്ട് ഓൺ ടു. നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്ത പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ഈ ഒരു റിസൾട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഇഫ് എഫ് ഈസ് ആൻ ഓഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ വിത്ത് ഡൊമൈൻ ആർ ദെൻ റേഞ്ച് ഓഫ് എഫ് ഈസ് ഓൾസോ ആർ. ഇത് ഓർത്തിരിക്കേണ്ട കാര്യമാണ്. എഫ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ വിത്ത് ഡൊമൈൻ ആർ ആണെങ്കിൽ അതിൻ്റെ റേഞ്ചും ആർ ആയിരിക്കും. അത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ഒരു റിസൾട്ടാണ്. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2x പ്ലസ് 1 ഈസ് എഫ് ഓൺ ടു. ഇതാണ് ചോദ്യം. ആറിൽ നിന്ന് ആറിലേക്കുള്ള ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. ഇത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ആൻസറിലേക്ക് പോകാം. ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 2x പ്ലസ് 1. തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ എടുത്തെഴുതി. ഇവിടെ എഫ് എന്ന് പറയുന്നത് ഒരു ഓഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷനാണ്. അതിൻ്റെ ഡൊമൈൻ ആറാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ട് അനുസരിച്ച് അതിൻ്റെ റേഞ്ചും ആറായിരിക്കും. എഫ് ഒരു ഓഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ വിത്ത് ഡൊമൈൻ ക്യാപിറ്റൽ ആർ ആണ്. അതുകൊണ്ട് റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആയിരിക്കും. റേഞ്ച് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ. അതുപോലെ എഫ് ആറിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നതും ക്യാപിറ്റൽ ആർ ആയിരിക്കും. കോഡൊമൈൻ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ആർ ആണ്. അപ്പോൾ റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് കോഡൊമൈൻ ഓഫ് എഫിനോട് തുല്യമാണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒരു ഓൺ ടു ഫംഗ്ഷനാണ്. അടുത്ത പ്രോബ്ലം ചെയ്യാൻ നിങ്ങൾ ഈ റിസൾട്ട് ഓർത്തിരിക്കണം. ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ എഫ് എക്സ് ഈസ് ഈക്വൽ ടു AX സ്ക്വയർ പ്ലസ് BX പ്ലസ് C, A നോട്ട് ഈക്വൽ ടു 0. എഫ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷനാണ്. ആൻഡ് എക്സിലെ വാല്യൂ എന്ന് പറയുന്നത് AX സ്ക്വയർ പ്ലസ് BX പ്ലസ് C ആണ്. റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുന്നത് ഓർത്തിരിക്കണം നിങ്ങൾ, ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ -Δ/4a, ഇൻഫിനിറ്റി ഇഫ് എ പോസിറ്റീവ്. റേഞ്ച് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവൽ -∞ -Δ/4a ഇഫ് എ ലെസ് ദാൻ 0. അവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ ഡിസ്ക്രിമിനൻ്റ് ആണ്, B² - 4ac. ഈ കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. ഈ റിസൾട്ട് അറിയാമെങ്കിൽ നമുക്ക് ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഏതൊരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ്റെയും റേഞ്ച് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. എഫ് ആറിൽ നിന്ന് ആറിലേക്കുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിൽ ആ ഫംഗ്ഷൻ എഫിൻ്റെ റേഞ്ച് നിങ്ങൾ ഓർത്തിരിക്കണം. എ പോസിറ്റീവ് ആണെങ്കിൽ എൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ -Δ/4a, ഇൻഫിനിറ്റി ആയിരിക്കും. എ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഓപ്പൺ ക്ലോസ്ഡ് ഇൻ്റർവൽ -∞ -Δ/4a ആയിരിക്കും. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം. ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 4. എക്സാമിൻ വെദർ എഫ് ഈസ് സർജക്റ്റീവ്. ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. നമുക്കിത് ഓൺ ടു ആണോ എന്ന് പരിശോധിക്കാം. തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ എടുത്തെഴുതുന്നു. ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 3x പ്ലസ് 4. ഇത് ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് 2 ആണ് വന്നിരിക്കുന്നത്. അത് പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ -Δ/4a, ഇൻഫിനിറ്റി ആണ്. ഇവിടെ ഡെൽറ്റ എന്ന് പറയുന്നത് ഈ ക്വാഡ്രാറ്റിക് എക്സ്പ്രഷൻ്റെ ഡിസ്ക്രിമിനൻ്റ് ആണ്. ഡെൽറ്റ നമുക്ക് സൈഡിൽ കണ്ടുപിടിക്കാം. B² - 4ac ആണ്. ഇവിടെ ബി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 3² 9 വരും. -4 × a എന്ന് പറയുന്നത് 2 ആണ്. C എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 9 - 32 ദാറ്റ് ഈസ് ഈക്വൽ ടു -24. ഡെൽറ്റ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ റേഞ്ച് എന്ന് പറയുന്ന ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ -23/4 × 2, ഇൻഫിനിറ്റി ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ -23/8, ഇൻഫിനിറ്റി. ഇതാണ് ഈ എഫ് എന്ന ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഇനി എഫ് ആറിൽ നിന്ന് ആറിലേക്കുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് 6 തന്നെയാണ്. ഇവിടെ റേഞ്ച് ഓഫ് എഫും കോഡൊമൈൻ ഓഫ് എഫും രണ്ടും 2 ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ സർജക്റ്റീവ് അല്ല, ഓൺ ടു അല്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ റീകളക്ട് ചെയ്യുകയാണ്. ഇവിടെ ശ്രദ്ധിക്കുക. ലെറ്റ് എഫ് ഫ്രം എ ടു ബി ബി എ ഫംഗ്ഷൻ ആൻഡ് എ എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എ. എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണെന്നിരിക്കട്ടെ. സ്മോൾ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എയിലെ ഒരു എലമെൻ്റ് ആണെന്നിരിക്കട്ടെ. എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ബി. ഇഫ് എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു ബി then that is image of a under f is b, then a is called the pre-image of b. ഈ കാര്യം ഒന്ന് മനസ്സിലാക്കണം. എഫ് എന്ന ഫംഗ്ഷൻ്റെ എയിലെ വാല്യൂ ബി ആണെങ്കിൽ എ നമ്മൾ
ബിയുടെ പ്രീ ഇമേജ് എന്നാണ് പറയുന്നത്. എഫ് എന്ന ഫംഗ്ഷൻ്റെ എയിലെ വാല്യൂ ബി ആണെങ്കിൽ, എന്ന് വെച്ചാൽ എഫ് എന്ന ഫംഗ്ഷൻ്റെ എയിലെ ഇമേജ് എന്ന് പറയുന്നത് ബി ആണെങ്കിൽ, എഫ് എന്ന ഫംഗ്ഷൻ്റെ എയിലെ ഇമേജ് ബി ആണെങ്കിൽ ഈ എ നമ്മൾ പറയുന്നത് ബിയുടെ പ്രീ ഇമേജ് എന്നാണ് പറയുന്നത്. ബിയുടെ പ്രീ ഇമേജ്. ഉദാഹരണം, എഫ് എന്ന് പറഞ്ഞ എ എന്ന് പറഞ്ഞ സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 1 2 3. ബി എന്ന് പറഞ്ഞ സെറ്റ് ഇതാണെന്നിരിക്കട്ടെ, സെറ്റ് 4 5 6. കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി. എയിൽ നിന്ന് ബിയിലേക്കുള്ള എഫ് എന്ന ഫംഗ്ഷൻ പരിഗണിക്കുക. ആ ഫംഗ്ഷൻ്റെ 1ലെ വാല്യൂ 4 ആണെന്നിരിക്കട്ടെ, 2ലെ വാല്യൂ 5 ആണെന്നിരിക്കട്ടെ, 3ലെ വാല്യൂ 6 ആണെന്നിരിക്കട്ടെ. എന്ന് വെച്ചാൽ 1ൻ്റെ ഇമേജ് 4 ആണെന്നിരിക്കട്ടെ, 2ൻ്റെ ഇമേജ് 5 ആണെന്നിരിക്കട്ടെ, 3യുടെ ഇമേജ് 6 ആണെന്നിരിക്കട്ടെ. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ കേസിൽ 1ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് 4 ആണ്. 1ൻ്റെ ഇമേജ് 4 ആണ്. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് 4ൻ്റെ പ്രീ ഇമേജ് എന്നാണ് നമ്മൾ പറയുന്നത്. 1ൻ്റെ ഇമേജ് 4 ആയതുകൊണ്ട് 1നെ നമ്മൾ 4ൻ്റെ പ്രീ ഇമേജ് എന്നാണ് പറയുന്നത്. അതുപോലെ 2ൻ്റെ ഇമേജ് 5 ആണ്, അതുകൊണ്ട് 2നെ നമ്മൾ 5ൻ്റെ പ്രീ ഇമേജ് എന്നാണ് പറയുന്നത്. അതുപോലെ 3യുടെ ഇമേജ് 6 ആണ്, അതുകൊണ്ട് 3യെ നമ്മൾ 6ൻ്റെ പ്രീ ഇമേജ് എന്നാണ് പറയുന്നത്. 3യുടെ ഇമേജ് 6 ആണ്, അതുകൊണ്ട് 3യെ നമ്മൾ 6ൻ്റെ പ്രീ ഇമേജ് എന്നാണ് പറയുന്നത്. പ്രീ ഇമേജ്. ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ അല്ലയോ നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ എഫ് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് ബി എന്ന സെറ്റാണ്. അതുപോലെ ഇതിൻ്റെ റേഞ്ചിനകത്ത് റേഞ്ച് എന്ന് പറയുമ്പോൾ സെറ്റ് 4 5 6 ആണ്. സെറ്റ് 4 5 6 അതും ബി തന്നെയാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ റേഞ്ചും കോഡൊമൈനും ഒന്ന് തന്നെയാണ്. കോഡൊമൈൻ ബി ആണ്, റേഞ്ച് എന്ന് പറയുമ്പോൾ സെറ്റ് 4 5 6 ആണ്, അത് ബി തന്നെയാണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഓൺ ടു ആണ്. ഈ ഓൺ ടു ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോക്കിയാൽ മനസ്സിലാവും, എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജുകളുണ്ട്. കോഡൊമൈനിലെ എല്ലാവർക്കും പ്രീ ഇമേജുകളുണ്ട്. അപ്പോൾ ഓൺ ടു ഫംഗ്ഷൻ്റെ ഒരു പ്രത്യേകത ഇതാണ്, കോഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടാവും. കോഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടായിരിക്കും ഓൺ ടു ഫംഗ്ഷൻ്റെ കേസിൽ. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. കൺസിഡർ ദ ഫംഗ്ഷൻ ജി ഫ്രം എ ടു ബി. ജി എന്ന് പറയുന്ന സെറ്റ് 1 2 3 ആണെന്നിരിക്കട്ടെ, ബി എന്ന് പറയുന്ന സെറ്റ് 2 3 4 5 ആണെന്നിരിക്കട്ടെ. ലെറ്റ് ജി ബി ദ ഫംഗ്ഷൻ, ജി ബി എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. ആ ഫംഗ്ഷൻ്റെ 1ലെ വാല്യൂ 2 ആണെന്നിരിക്കട്ടെ. എന്ന് വെച്ചാൽ 1ൻ്റെ ഇമേജ് 2 ആണെന്നിരിക്കട്ടെ, 2ൻ്റെ ഇമേജ് 3 ആണെന്നിരിക്കട്ടെ, 3യുടെ ഇമേജ് 4 ആണെന്നിരിക്കട്ടെ. ഇവിടെ 1ൻ്റെ ഇമേജ് 2 ആയതുകൊണ്ട് 1ൻ്റെ ഇമേജ് 2 ആണ്. അപ്പോൾ 1നെ നമ്മൾ 2ൻ്റെ പ്രീ ഇമേജ് എന്നാണ് പറയുന്നത്. 2നെ നമ്മൾ 3യുടെ പ്രീ ഇമേജ് എന്നാണ് പറയുന്നത്. അതുപോലെ 3ലെ ഇമേജ് 4 ആയതുകൊണ്ട് 3യെ നമ്മൾ 4ൻ്റെ പ്രീ ഇമേജ് എന്നാണ് പറയുന്നത്. പ്രീ ഇമേജ്. ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് പരിശോധിക്കാം. ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോൾ സെറ്റ് 2 3 4 ആണ്. റേഞ്ചിനകത്ത് 2 3 4 ഉള്ളൂ. കോഡൊമൈൻ എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ റേഞ്ച് കോഡൊമൈനോട് തുല്യമല്ല, അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. ഓൺ ടു അല്ലാത്തൊരു ഫംഗ്ഷനാണ് ഈ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കുക, ഈ ഓൺ ടു അല്ലാത്ത ഈ ഫംഗ്ഷൻ്റെ കേസിൽ 5ന് പ്രീ ഇമേജ് ഇല്ല. അപ്പോൾ ഒരു ഫംഗ്ഷൻ്റെ കോഡൊമൈനിൽ ആർക്കെങ്കിലും പ്രീ ഇമേജ് ഇല്ല എങ്കിൽ ആ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കില്ല. കോഡൊമൈനിലെ ഏതെങ്കിലും ഒരു എലമെൻറ്റിന് പ്രീ ഇമേജ് ഇല്ല എങ്കിൽ ആ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കില്ല. ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ കോഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടാവും. ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ പ്രീ ഇമേജ് ഉണ്ടാവും. കോഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടാവും. കോഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഇല്ല എങ്കിൽ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കില്ല. കോഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ തീർച്ചയായിട്ടും ഓൺ ടു ആയിരിക്കും. അടുത്ത പ്രോബ്ലം ചെയ്യാൻ നമ്മൾ ഈ ഒരു വസ്തുതയാണ് ഉപയോഗിക്കുന്നത്. ഈ കാര്യം നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ കാര്യം ഒന്ന് റിസൾട്ടായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ലെറ്റ് എഫ് ഫ്രം എ ടു ബി ബി എ ഫംഗ്ഷൻ. F is on to if and only if every element in the codomain B has a pre-image in P. ഇത് ഓർത്തിരിക്കണം നിങ്ങൾ. ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ കോഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. അതുപോലെ കോഡൊമൈനിലെ എല്ലാ എലമെൻറ്റുകൾക്കും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കും. അടുത്ത പ്രോബ്ലം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫാക്റ്റാണ്. ഒരു ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ ബിയിലെ എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടായിരിക്കും. അതുപോലെ ബിയിലെ എല്ലാവർക്കും, കോഡൊമൈൻ ബിയിലെ എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കും. നമുക്ക് നാലാമത്തെ പ്രോബ്ലത്തിലേക്ക് പോകാം. ഫോർത്ത് പ്രോബ്ലം ഇതാണ്. examine the surjectivity of the function f from r minus singleton set 3 to r minus singleton set 1 fx is equal to x minus 2 by x minus 3. ഈ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3 എന്ന ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഴുതുക. ലെറ്റ് എഫ് ഫ്രം r minus singleton set 3 to r minus singleton set 1 fx is equal to x minus 2 by x minus 3.
കഴിഞ്ഞ 3 പ്രോബ്ലത്തിലും നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ തന്നിരുന്ന ഫംഗ്ഷൻ്റെ റേഞ്ച് കണ്ടുപിടിച്ച് എന്നിട്ട് റേഞ്ചും കോഡൊമെയിനോടും ഈക്വൽ ആണോ എന്ന് പരിശോധിച്ച് നമുക്ക് ഓൺ ടു ആണോ അല്ലയോ എന്ന് ഈസി ആയിട്ട് പറയാമായിരുന്നു. പക്ഷേ ഈ പ്രോബ്ലത്തിൽ റേഞ്ച് പെട്ടെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പ്രോബ്ലം ഡീൽ ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. ഇത് ഓൺ ടു ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് വേറൊരു രീതിയിലാണ്. ഇവിടെ നമ്മൾ ഓൺ ടു ആണോ അല്ലേ എന്ന് പരിശോധിക്കുന്നത് ഇങ്ങനെയാണ്. കോഡൊമെയിനിലെ എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കും. കോഡൊമെയിനിൽ എല്ലാവർക്കും പ്രീ ഇമേജ് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ തീർച്ചയായിട്ടും ഓൺ ടു ആണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം നമ്മൾ കോഡൊമെയിനിൽ ഒരു എലമെൻറ്റ് വൈനോട്ട് എടുക്കുക. കോഡൊമെയിനിൽ നമ്മൾ ആർബിട്രറി ആയിട്ട് നമ്മളൊരു എലമെൻറ്റ് വൈനോട്ട് ചൂസ് ചെയ്യുക. വൈനോട്ട് കോഡൊമെയിനിലെ ഒരു ആർബിട്രറി എലമെൻ്റ് ആണ്. ലെറ്റ് വൈനോട്ട് എലമെൻറ്റ് ഓഫ് കോഡൊമെയിൻ ആർ മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 1. അപ്പോൾ വൈനോട്ട് കോഡൊമെയിനിലെ ഒരു എലമെൻ്റ് ആണ്. ആ വൈനോട്ടിൻ്റെ പ്രീ ഇമേജ് എക്സ് നോട്ട് ആണെന്നിരിക്കട്ടെ. ലെറ്റ് എക്സ് നോട്ട് ബി ദ പ്രീ ഇമേജ് ഓഫ് വൈനോട്ട്. വൈനോട്ടിൻ്റെ പ്രീ ഇമേജ് എക്സ് നോട്ട് ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ്റെ എക്സ് നോട്ടിലെ വാല്യൂ തീർച്ചയായിട്ടും വൈനോട്ട് ആയിരിക്കും. എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു വൈനോട്ട് ആയിരിക്കും. ഇനി എഫ് ഓഫ് എക്സ് നോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എക്സ് നോട്ട് മൈനസ് 2 ഡിവൈഡഡ് ബൈ എക്സ് നോട്ട് മൈനസ് 3 ആണ്. കാരണം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇതാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഈസ് ഈക്വൽ ടു വൈനോട്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് നോട്ട് മൈനസ് 2 സമം വൈനോട്ട് ഇൻറ്റു എക്സ് നോട്ട് മൈനസ് 3 എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് എക്സ് നോട്ട് മൈനസ് 2 സമം വൈനോട്ട് അകത്തേക്ക് എടുക്കുകയാണെങ്കിൽ വൈനോട്ട് എക്സ് നോട്ട് മൈനസ് 3 വൈനോട്ട് എന്ന് വരും. ഇനി ദാറ്റ് ഇംപ്ലൈസ് ഞാൻ എക്സ് നോട്ടുള്ള ടേംസ് എല്ലാം ഒരു വശത്തേക്ക് കൊണ്ടുവരുന്നു. ദാറ്റ് ഈസ് എക്സ് നോട്ട് മൈനസ് വൈനോട്ട് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു ഈ -2 അപ്പുറത്താകുമ്പോൾ +2 ആവും. 2 മൈനസ് 3 വൈനോട്ട്. ഈ രണ്ട് ടൈമിൽ നമ്മൾ എക്സ് നോട്ട് വെളിയിലെടുക്കുന്നു. അപ്പോൾ എക്സ് നോട്ട് ഇൻറ്റു 1 മൈനസ് വൈനോട്ട് ഈസ് ഈക്വൽ ടു 2 മൈനസ് 3 വൈനോട്ട്. അതിൽ നിന്ന് എക്സ് നോട്ട് എന്ന് പറയുന്നത് 2 മൈനസ് 3 വൈനോട്ട് ഡിവൈഡഡ് ബൈ 1 മൈനസ് വൈനോട്ട്. ഈ വൈനോട്ട് നമ്മൾ കോഡൊമെയിനിൽ എടുത്ത എലമെൻ്റ് ആണ്. അതിൻ്റെ പ്രീ ഇമേജ് എക്സ് നോട്ട് ആണെങ്കിൽ എക്സ് നോട്ട് എന്തിനോട് തുല്യമാണ്? 2 മൈനസ് 3 വൈനോട്ട് ഡിവൈഡഡ് ബൈ 1 മൈനസ് വൈനോട്ട്. വൈനോട്ട് കോഡൊമെയിലായതുകൊണ്ട് വൈനോട്ട് എന്ന് പറയുന്നത് 1 അല്ലാത്ത ഒരു റിയൽ നമ്പറാണ്. കാരണം ഇവിടുത്തെ കോഡൊമെയിൻ എന്ന് പറയുന്നത് ആർ മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 1 ആണ്. അതുകൊണ്ട് വൈനോട്ട് നമ്മൾ കോഡൊമെയിനിൽ എടുത്തതുകൊണ്ട് വൈനോട്ട് 1 അല്ലാത്ത ഒരു റിയൽ നമ്പറാണ്. അതുകൊണ്ട് തന്നെ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. വൈനോട്ട് 1 അല്ലാത്ത സംഖ്യ ആയതുകൊണ്ട് 2 മൈനസ് 3 വൈനോട്ട് ഡിവൈഡഡ് ബൈ 1 മൈനസ് വൈനോട്ട് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പർ ആയിരിക്കും. വൈനോട്ട് 1 അല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഫ്രാക്ഷൻ ഒരു റിയൽ നമ്പർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ് നോട്ട് എന്ന് പറയുന്ന പ്രീ ഇമേജ് ഒരു റിയൽ നമ്പർ ആയിരിക്കും, എക്സിസ്റ്റിംഗ് സംഖ്യ ആയിരിക്കും. എക്സ് നോട്ട് എന്ന പ്രീ ഇമേജ് എക്സിസ്റ്റിംഗ് സംഖ്യ ആയിരിക്കും. ഈ എക്സ് നോട്ട് 3 ആയിരിക്കില്ല. കാരണം എക്സ് നോട്ട് 3 ആണെങ്കിൽ എന്താ പറ്റുന്നത് നോക്കാം. എക്സ് നോട്ട് 3 ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് 2 മൈനസ് 3 വൈനോട്ട് ബൈ 1 മൈനസ് വൈനോട്ട് ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് 2 മൈനസ് 3 വൈനോട്ട് ഈസ് ഈക്വൽ ടു 3 മൈനസ് 3 വൈനോട്ട്. 3 വൈനോട്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 2 സമം 3 എന്ന് കിട്ടും. അത് പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഈ എക്സ് നോട്ട് എന്ന് പറഞ്ഞ പ്രീ ഇമേജ് 3 ആയിരിക്കില്ല. അപ്പോൾ വൈനോട്ട് നമ്മൾ കോഡൊമെയിനിലെടുത്തു. കോഡൊമെയിനിൻ്റെ ഒരു വൈനോട്ട് എടുത്തു. അതിൻ്റെ പ്രീ ഇമേജ് നമ്മൾ എക്സ് നോട്ട് എന്ന് എടുത്തു. ആ എക്സ് നോട്ട് ഒരു റിയൽ നമ്പറാണ്. അത് 3 അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എക്സ് നോട്ട് ആർ മൈനസ് സിംഗിൾട്ടൺ സെറ്റ് 3 എന്ന ഡൊമെയിനിൽ ഉണ്ടാവും. അപ്പോൾ കോഡൊമെയിനിൽ നമ്മളൊരു വൈനോട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രീ ഇമേജ് എക്സ് നോട്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഡൊമെയിനിൽ ഉണ്ട്. അപ്പോൾ കോഡൊമെയിനിൽ എല്ലാവർക്കും പ്രീ ഇമേജ് ഉള്ളത് കൊണ്ട് ഈ ഫംഗ്ഷൻ ഒരു ഓൺ ടു ഫംഗ്ഷനാണ്. എവറി എലമെൻറ്റ് ഇൻ ദ കോഡൊമെയിൻ ഹാസ് എ പ്രീ ഇമേജ് ഇൻ ദ ഡൊമെയിൻ. ദെയർഫോർ എഫ് ഈസ് ഓൺ ടു. ഓക്കെ, കോഡൊമെയിനിലെ ഏത് എലമെൻറ്റ് എടുത്താലും അതിന് പ്രീ ഇമേജ് ഡൊമെയിനിൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഫംഗ്ഷൻ ഒരു ഓൺ ടു ഫംഗ്ഷനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Test the surjectivity of the function f from closed open interval 0 infinity to closed open interval 0 infinity fx is equal to x by x plus 1. ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിൽ നിന്ന് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 1 എന്ന ഫംഗ്ഷൻ സർജക്റ്റീവ് ആണോ ഓൺ ടു ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മൾ എടുത്തെഴുതുന്നു. ലെറ്റ് എഫ് ഫ്രം ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി ടു ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി എഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 1. ഇവിടെ നമ്മൾ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കോഡൊമെയിനിൽ എല്ലാവർക്കും പ്രീ ഇമേജ് ഡൊമെയിനിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ഫംഗ്ഷൻ്റെ കോഡൊമെയിനിൽ ഒരു വൈനോട്ട് എടുക്കുന്നു, ഒരു എലമെൻറ്റ് വൈനോട്ട് എടുക്കുന്നു. ലെറ്റ് വൈനോട്ട് എലമെൻറ്റ് ഓഫ് കോഡൊമെയിൻ 0 ഇൻഫിനിറ്റി ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ഇൻഫിനിറ്റിയിൽ നമ്മളൊരു എലമെൻറ്റ് കോഡൊമെയിനിൽ ഒരു എലമെൻറ്റ് വൈനോട്ട് എടുക്കുന്നു. വൈനോട്ടിൻ്റെ പ്രീ ഇമേജ് എക്സ് നോട്ട് ആണെന്ന് ഇരിക്കട്ടെ. ലെറ്റ് എക്സ് നോട്ട് ബി ദ പ്രീ ഇമേജ് ഓഫ് വൈനോട്ട്.
വൈ നോട്ടിൻ്റെ പ്രീ ഇമേജ് എക്സ് നോട്ട് ആണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ എക്സ് നോട്ടിലെ വാല്യൂ എന്ന് പറയുന്നത് വൈ നോട്ട് ആയിരിക്കും. എഫ് ഓഫ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു വൈ നോട്ട് ആയിരിക്കും. അപ്പോൾ വൈ നോട്ടിൻ്റെ പ്രീ ഇമേജ് ആണ് എക്സ് നോട്ട് എങ്കിൽ ഫംഗ്ഷൻ്റെ എക്സ് നോട്ടിലെ വാല്യൂ തീർച്ചയായിട്ടും വൈ നോട്ട് ആയിരിക്കും. ഇനി എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എക്സ് നോട്ട് ബൈ എക്സ് നോട്ട് പ്ലസ് 1 ആണ്. കാരണം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ബൈ എക്സ് പ്ലസ് 1 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് എക്സ് നോട്ട് ബൈ എക്സ് നോട്ട് പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ നോട്ട്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് നോട്ട് സമം വൈ നോട്ട് ഇൻറ്റു എക്സ് നോട്ട് പ്ലസ് 1 ആണ്. ദാറ്റ് ഇംപ്ലൈസ് എക്സ് നോട്ട് സമം വൈ നോട്ട് എക്സ് നോട്ട് പ്ലസ് വൈ നോട്ട് ആണ്. എക്സ് നോട്ട് വരുന്ന ടേംസ് എല്ലാം ഒരു വശത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എക്സ് നോട്ട് മൈനസ് വൈ നോട്ട് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു വൈ നോട്ട് എന്ന് വരും. ദാറ്റ് ഇംപ്ലൈസ് എക്സ് നോട്ട് ഇൻറ്റു 1 മൈനസ് വൈ നോട്ട് ഈസ് ഈക്വൽ ടു വൈ നോട്ട്. ദാറ്റ് ഇംപ്ലൈസ് എക്സ് നോട്ട് ഈസ് ഈക്വൽ ടു വൈ നോട്ട് ബൈ 1 മൈനസ് വൈ നോട്ട്. അപ്പോൾ കോ ഡൊമൈനിൽ നമ്മളൊരു എലമെൻറ്റ് വൈ നോട്ട് എടുക്കുകയാണെങ്കിൽ വൈ നോട്ട് എടുത്തു, അതിൻ്റെ പ്രീ ഇമേജ് എക്സ് നോട്ട് ആണെങ്കിൽ എക്സ് നോട്ട് എന്ന് പറയുന്നത് വൈ നോട്ട് ബൈ 1 മൈനസ് വൈ നോട്ട് ആണ്. അപ്പോൾ കോ ഡൊമൈനിൽ നമ്മളൊരു എലമെൻറ്റ് വൈ നോട്ട് എടുത്തു, അതിൻ്റെ പ്രീ ഇമേജ് എക്സ് നോട്ട് ആണെങ്കിൽ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇതിനോട് തുല്യമാണ് വൈ നോട്ട് ബൈ 1 മൈനസ് വൈ നോട്ടിനോട് തുല്യമാണ്. ഇനി ശ്രദ്ധിക്കുക, വൈ നോട്ട് 1 ആണെങ്കിൽ വെൻ വൈ നോട്ട് ഈസ് ഈക്വൽ ടു 1, വൈ നോട്ട് 1 ആകുമ്പോൾ എക്സ് നോട്ട് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഈ വൈ നോട്ട് 1 ആകുമ്പോൾ എക്സ് നോട്ട് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ചെയ്യത്തില്ല. കാരണം വൈ നോട്ട് 1 ആകുമ്പോൾ എക്സ് നോട്ട് എന്ന് പറയുന്നത് 1 ബൈ 1 മൈനസ് 1 എന്ന് വരും. അത് റിയൽ നമ്പർ അല്ല. അപ്പോൾ ഇനി വൈ നോട്ട് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ എക്സ് നോട്ട് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ഇനി ഈ 1 എന്ന് പറയുന്ന കോഡൊമൈനിലെ എലമെൻ്റ് ആണ്. കോഡൊമൈനിലെ എലമെൻറ്റ് 1, ആ 1ൻ്റെ പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. ബട്ട് 1 ഹാസ് നോ പ്രീ ഇമേജ്. വൈ നോട്ട് 1 ആണെങ്കിൽ എക്സ് നോട്ട് എക്സിസ്റ്റ് ചെയ്യത്തില്ല. 1 കോഡൊമൈനിലെ എലമെൻ്റ് ആണ്. കാരണം കോഡൊമൈൻ എന്ന് പറയുന്നത് 0 ഇൻഫിനിറ്റി എന്ന് പറയുന്ന സെറ്റാണ്. അപ്പോൾ 1 കോഡൊമൈനിലുണ്ട്, പക്ഷേ അതിൻ്റെ പ്രീ ഇമേജ് എക്സ് നോട്ട് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് 1ന് പ്രീ ഇമേജ് ഇല്ല. 1ന് പ്രീ ഇമേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫംഗ്ഷൻ ഓൺ ടു അല്ല. ഓക്കെ, അപ്പോൾ ഈ പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഓൺ ടു അല്ല. കാരണം 1 എന്ന എലമെൻറ്റിന്, അത് കോഡൊമൈനിലെ എലമെൻ്റ് ആണ്, അതിന് പ്രീ ഇമേജ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഫംഗ്ഷൻ ഓൺ ടു അല്ല. അപ്പോൾ ഇന്ന് ഞാൻ അയച്ചിരിക്കുന്ന വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കുക. ആ കാര്യം എന്നെ അറിയിക്കുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത കാര്യം ഞാൻ പറയുന്നതായിരിക്കും. താങ്ക് യു.